ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഇഞ്ചി കറിയാണ്. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു 150 ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട്. കൂടെ പച്ചമുളക് ഒരു 3 കൂടി എടുത്തിട്ടുണ്ട്. പച്ചമുളക് എരിവ് ആവശ്യമില്ലെങ്കിൽ കുറയ്ക്കാം. ഫസ്റ്റ് നമുക്ക് ഇഞ്ചിയുടെ തോലൊക്കെ ഒന്ന് ചെത്തിക്കളയണം. അതിനുശേഷം ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുക്കണം. പിന്നീട് നമുക്ക് പച്ചമുളകാണെങ്കിൽ റൗണ്ടായിട്ട് ചെറുതായിട്ട് വളരെ നൈസായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇനി ഒരു ചീനിച്ചട്ടിയിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തീ ഒന്ന് ചെറുതായിട്ട് കൂട്ടിയിട്ട് കൊടുക്കാം. ഇഞ്ചിയൊക്കെ ഒന്ന് വറുത്തെടുക്കണം. ഇഞ്ചിയെല്ലാം വറുത്ത ശേഷം നമുക്ക് കൈകൊണ്ട് പൊടിച്ചെടുക്കുകയോ അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കുകയോ ചെയ്യാം. ഇപ്പോൾ ഇഞ്ചിയെല്ലാം ഞാൻ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇഞ്ചി വറുത്ത അതേ ചട്ടിയിൽ തന്നെ ഞാനിപ്പോൾ പുളിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതൊരു 1/4 കപ്പ് വരും. കൂടെ ഒരു കഷ്ണം ശർക്കരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കുറച്ച് ഉപ്പ് കൂടിയാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. അതൊരു 1.5 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കായപ്പൊടിയാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. വീണ്ടും നന്നായിട്ട് ഇളക്കി നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. പുളിവെള്ളം വറ്റി വരുന്ന സമയത്ത് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കാം. അരയ്ക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് അരയ്ക്കേണ്ട ആവശ്യമില്ല, വെറും തരിതരിപ്പായിട്ട് അരച്ചു കൊടുത്താൽ മതി. വീണ്ടും ഇളക്കി കൊടുക്കുക. ഇളക്കി ഇത് ഒന്ന് വറ്റിച്ചെടുക്കണം. ഇഞ്ചിക്കറി ചെയ്യുമ്പോൾ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണം, അതിലാണ് ടേസ്റ്റ് കൂടുതലാണ് വരുന്നത്. ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ പരുവത്തിന് വന്നിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തയ്യാർ ചെയ്യാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. സദ്യക്കൊക്കെ വിളമ്പാവുന്നതാണ്. ഇനി നമുക്ക് കറിവേപ്പില കൂടി താളിച്ചിടണം. വെളിച്ചെണ്ണയിൽ തന്നെ ഞാനിപ്പോൾ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും താളിച്ച് ചേർത്തിട്ടുണ്ട്. മധുരവും എരിവും പുളിപ്പും ചേർന്ന നമ്മുടെ ഇഞ്ചിക്കറി അടിപൊളിയായിട്ട് റെഡിയായിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻസും എന്നെ അറിയിക്കുക.